ഇതുവരെയായിട്ട് എണീച്ചില്ലേ? ബേബി ബേബി എണീച്ചേ, സ്കൂളിൽ പോണ്ടേ? പപ്പ, ഞാൻ കുറച്ചേരം കൂടി കിടക്കട്ടെ. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ. അപ്പോ ബേബിയുടെ സ്ട്രോബെറി മിൽക്ക് ആരാ കുടിക്കാൻ പോകുന്നേ? ഇതങ്ങ് കളഞ്ഞാലോ? പപ്പ, അങ്ങനെ പറയല്ലേ. ഇപ്പടെ അപ്പൂസ് പാവല്ലേ, ഇങ്ങനൊക്കെ പറയാവോ? ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തുവാ പപ്പേ? അയ്യോ, അപ്പൂസ് ഇങ്ങനെ പെണങ്ങല്ലേ. പപ്പ വെറുതെ പറഞ്ഞല്ലേ. പപ്പ ഒന്നും പറയണ്ട, എനിക്ക് മാരേജിന് സമ്മതമല്ല. എന്നോടൊന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ എസ് പറയുന്നേക്കാളും മുമ്പ്? ലിസ, ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തു. ഇനി എനിക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റില്ല. എന്നോടൊരു പ്രാവശ്യമെങ്കിലും ചോദിക്കാറുന്നില്ല പപ്പയ്ക്ക്? മോളെ, ഞാൻ എന്താ പറയാ. സാം പെട്ടെന്ന് അങ്ങനെ വന്ന് പറഞ്ഞപ്പോ, പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. നമ്മുടെ കമ്പനിയുടെ കാര്യം അറിയാലോ. കമ്പനി ഇപ്പൊ ലോസ് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ എന്തിനാ ഇതിലേക്ക് വലിച്ചിട്ടെ? നിങ്ങക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയല്ലേ? ലിസ, നീ എന്തൊക്കെയാ പറയുന്നത്? പപ്പയോടെ സംസാരിക്കുന്നെന്ന് എനിക്ക് ഓർമ്മ വേണം. പിന്നെ ഞാൻ എന്താ മുമ്പ് പറയാം? ഞാൻ മാരേജ് ചെയ്യുന്ന അയാളുടെ ഏജ് എങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? ഇപ്പൊ ഏജ് ആണല്ലോ നിന്റെ പ്രശ്നം. ലിസ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഈ മാരേജ് എന്തായാലും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്തെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിയാൻ എന്തെങ്കിലും മോളുടെ മനസ്സിൽ ഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മറിഞ്ഞേക്കണം. അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നീ അറിയും. സാം, ഞാൻ പറഞ്ഞ കാര്യത്തെ പറ്റി അന്വേഷിക്കുന്നുണ്ടോ? അപ്പൊ എന്നെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഇതിനെക്കുറിച്ചാ പറയാ. എനിക്ക് അറിയില്ലാകും ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. സാർ ഇങ്ങനെ സാഡാവല്ലേ. കുറെ പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാൻ മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ ഞാൻ എന്താടെ ചെയ്യാൻ? തനിക്ക് അറിയില്ല എന്റെ എല്ലാ കാര്യങ്ങളും. എനിക്കൊരു വൈഫിനെ മാത്രമല്ല വേണ്ടേ, അപ്പനൊരു നല്ല അമ്മേനെയും കൂടിയാണ്. ഞങ്ങളുടെ പപ്പയും അമ്മയും പോയതിനു ശേഷം ഞാൻ അവനൊരു ബ്രദറായിട്ടല്ല കണ്ടേ, എന്റെ സ്വന്തം മോനെ പോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു മാരേജ് ലൈഫ് വേണ്ടാന്ന് തീരുമാനിച്ച്. എനിക്ക് വരുന്ന ഭാര്യ അവനെ എങ്ങനെ കാണും, എങ്ങനെ നന്നായിട്ട് കെയർ ചെയ്യുമോ? പക്ഷെ ഇപ്പൊ അവനാണ് ഒരു മമ്മീനെ വേണ്ടത്. അവനൊരു ആവശ്യമുണ്ട് ഒരു മമ്മിയുടെ കരുതലും സ്നേഹമൊക്കെ വേണം. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. സാർ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ, നിങ്ങൾക്ക് ശരിയാക്കല്ല. സാറ് സമാധാനമായിട്ടിരിക്കുക. ഞാനൊരു നല്ല പ്രപ്പോസലായിട്ട് തന്നെ വരുള്ളൂ. ഞാൻ സാറിന് പോയി ഒരു കോഫി എടുത്തിട്ട് വരാം. അല്ല, ഇത് ജിയോൺ അല്ലേ? ഇവൻ എന്താ ഇവിടെ? ജിയോൺ? ഓ സാം. അല്ല ജിയോൺ, കാക്ക മലർന്നു പറക്കൂ. പരിചയമില്ലാത്ത മുഖങ്ങളൊക്കെയാണല്ലോ ഇവിടെ. എന്തു പറ്റി? നീ ഇവിടെ ഒന്നും വരാറില്ലല്ലോ. അതിനെല്ലാരും എപ്പോഴും ഒരുപോലെ ഇരിക്കോ? സാഹചര്യം വരുമ്പോ എല്ലാരും മാറും. ആണോ? എന്നാ നിന്റെ സാഹചര്യം പറ. എന്താ നിന്നെ ഇവിടെ എത്തിക്കാൻ കാരണം? എല്ലാം തകരാൻ പോവാടാ. കമ്പനിയിൽ ഒരു വലിയ ലോസ് സംഭവിക്കാൻ പോവാ. കൂടെ നിൽക്കുന്നവൻ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ ജിയോൺ എല്ലാ കാര്യങ്ങളും സാമിനോട് പറയുന്നു. ജിയോൺ, എടാ നീ ഇങ്ങനെ സാഡാവല്ലേ, എല്ലാം ശരിയാവും. പിന്നെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ, നീ എന്നോട് ദേഷ്യപ്പെടരുത്. നീ അതും കാര്യം പറ, എന്ത് തീരുമാനിക്കാൻ, ദേഷ്യപ്പെടണോ വേണ്ടെന്ന്. എടാ, അത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയില്ലേ, മിസ്റ്റർ പാർക്ക് എന്റർപ്രൈസസ്. അപ്പൊ ഞങ്ങളുടെ സാറിനൊരു പ്രപ്പോസൽ ആലോചിക്കുന്നുണ്ട്. അപ്പോ നിന്റെ മകൾ ലിസേനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാലോ? സാം, എടാ എടാ നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ഒരു കാര്യം സമ്മതിക്കാം, വേൾഡിലെ നമ്പർ 1 കമ്പനിയൊക്കെ തന്നെയാ. പക്ഷെ അയാളുടെ ഏജ്, അത്. എടാ, നീ ആദ്യം പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുക. അതിന്റെ ഇടയിൽ ഏജിന്റെ കാര്യം നീ എന്തിനാ വലിച്ചിരുന്നേ? പിന്നെ ജെറിൻ സാറിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. സാറ് ലിസേനെ നന്നായിട്ട് നോക്കും. പിന്നെ ലിസ നല്ല കുട്ടിയല്ലേ, അവള് സാറിനെയും മോനെ നന്നായിട്ട് നോക്കിക്കോളും. ലിസ ജെറിൻ സാറിന്റെ വൈഫായിട്ട് ഒരു രാജകുമാരിയെ പോലെ ആ മാൻഷനിൽ ജീവിക്കും. പിന്നെ ഈ മാരേജ് കഴിഞ്ഞാൽ നിന്റെ കമ്പനിയുടെ പ്രോബ്ലംസ് ഒക്കെ തീരും. അതുകൊണ്ട് നീ ഒന്ന് കാര്യമാലോട്ട് ആലോചിക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി. യെസ് ഓർ നോ, എന്തായാലും കുഴപ്പമില്ല. പക്ഷെ കാര്യമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം. നിനക്ക് ഞാൻ അവരോട് എസ് പറഞ്ഞതിൽ എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നോട്? ഇച്ചായ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്തിനാ നിങ്ങളോട് ദേഷ്യപ്പെടുന്നേ? പിന്നെ ഒരു കാര്യം ശരിയാ, ജെറിനും ലിസയും തമ്മിൽ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ശരിയാ, പക്ഷെ അതും ഇതും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. ചായ, ഇച്ചായൻ അവരോട് എസ് പറഞ്ഞില്ലേ? ഇനി മോള് സമ്മതിക്കാതിരുന്നാലോ? ഇപ്പൊ എന്ത് ചെയ്യും? എനിക്ക് ഒന്നിനെയും പറ്റി അറിയില്ല. ഞാൻ അവരോട് എസ് പറഞ്ഞു. ഇനി ഇതിൽ നിന്ന് പിന്തിരിയാൻ എനിക്ക് പറ്റില്ല. ഇതാരെ വിളിക്കുന്നേ? മോളായിരുന്നു? ആ മോളെ, നിനക്ക് സുഖല്ലേ? ആ മമ്മി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? മാരേജ് തന്നെ, അല്ലാതെ പിന്നെ എന്ത് വിശേഷം? പിന്നെ നീ എന്നാ ഇങ്ങോട്ട് വരുന്നേ?
3 ആഴ്ച കഴിഞ്ഞ് ലിസയുടെ മാരേജ് ആണെന്നറിയാലോ. ഓ എന്റെ മമ്മീസേ, 2 ആഴ്ച എക്സാം കൂടി കഴിഞ്ഞാൽ ഞാൻ ഫ്രീയാ. ഞാൻ പിന്നെ അങ്ങോട്ട് അപ്പൊ തന്നെ വരില്ലേ? അലീന, എടി നീ ഇത് എവിടെയാ? മോളെ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാട്ടോ. എന്തായാലും ബ്രേക്ക് കഴിയാൻ സമയമായില്ലേ, നീ പോയിക്കോ ക്ലാസ്സിലേക്ക്. നിന്റെ പപ്പ ഇവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ പോയി എന്താണെന്ന് ചോദിച്ചു നോക്കട്ടെ. ആ മമ്മി, ബൈ. എന്താണ് മനുഷ്യ തനിക്ക് വേണ്ടേ? മോളായിട്ടൊന്ന് സംസാരിക്കാൻ കൂടി എന്നെ സമ്മതിക്കില്ലേ? മോളായിരുന്നു വിളിച്ചേ, അത് പോട്ടെ. കുറച്ചു ദിവസം കഴിഞ്ഞ് മോൾ എന്തായാലും ഇങ്ങോട്ട് വരില്ലേ? അപ്പൊ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാലോ. അല്ല, അത് നിങ്ങക്ക് എങ്ങനെ അറിയാം? ഓ, ഞാൻ മറന്നു. അല്ലെങ്കിൽ അവക്ക് പപ്പയോടാണല്ലോ സ്നേഹം കൂടുതൽ. എല്ലാ കാര്യങ്ങളും നിങ്ങളോടാണല്ലോ അവള് ഫസ്റ്റ് പറയുന്നേ. ഞാൻ എപ്പോഴും ലാസ്റ്റ് തന്നെ. എടോ ഭാര്യ, താനിങ്ങനെ പൊസസീവ് ആവല്ലേ. അല്ല ലിസ, അവളെവിടെ? കണ്ടില്ലല്ലോ അവളെ. ഇൻട്രസ്റ്റ് എടുക്കാൻ പോവണ്ടേ? ഓ, അവള് ഫ്രണ്ട്സിന്റെ ഒപ്പം പുറത്തു പോയി. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഒന്നും വരുമെന്ന്. ലൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ നാളെ പോകുന്നതായിരിക്കും നല്ലത്. ആ, എന്തായാലും ഇനി നാളെ പോവാം. എന്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവും. ആ തന്ത വൈബ് നിങ്ങളെ കെട്ടി എന്റെ ജീവിതം ഇവിടെ തീരും. ലിസ മതി, നീ ഇപ്പൊ തന്നെ കുറെ ഓവറാ. നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ. എടാ, നീ ഒന്നും മിണ്ടാതിരിക്കേ. അവൾ അവളുടെ സങ്കടം എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കട്ടെ. ജിസു, നീ ഒന്നും മിണ്ടാതിരുന്നേ. ലിസ വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാം. ഞാൻ ഒരു സ്ഥലത്തേക്കും പോകുന്നില്ല. എനിക്ക് കുറച്ച് സമാധാനം മതി. അതെനിക്കിപ്പോ ഇവിടെ നിന്ന് കിട്ടുന്നേ. ലിസ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങൂട്ടെ പെണ്ണ്. എന്റെ ഒപ്പം വരാന്നാ പറഞ്ഞേ. ആ ഓക്കെ, പോവാം. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ. എടാ, ഈ ഹോസ്റ്റലിൽ നീ ഒറ്റയ്ക്ക് പോവോ? ഞാനും വരണ കൂടെ. വേണ്ട, ഞാൻ പെട്ടെന്ന് വരാം. എടാ നോക്കിയില്ലേ, മോളെ കണ്ടിട്ട് തനിച്ചാണല്ലോ. എന്താ ഞങ്ങള് കമ്പനി തരണോ? എടാ എടാ, താൻ എന്തേ കാണിക്കുന്നത്? എന്റെ കയ്യിൽ നിന്ന് വിട്ടേ. ഇവിടെ വിടാനാ പറഞ്ഞ ഞാൻ. ഓ ബേബി ഗേൾ, നിങ്ങൾ ദേഷ്യപ്പെടില്ലേ? നിങ്ങൾ ദേഷ്യപ്പെടുമ്പോ കാണുന്ന എന്ത് ഫോട്ടോ ആണെന്നറിയാം. എടാ, കയ്യിൽ നിന്ന് വിടാനാ ഞാൻ പറഞ്ഞു. എടാ വിട്ട്. നീ എന്നെ തല്ലുകല്ലേ? നിനക്ക് ഇത്ര ധൈര്യം? നീ നിന്നിപ്പോ കാണിച്ചു തരാം. അവൾ ഡോറി, എനിക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് ഞാൻ അവളെ ടച്ച് ചെയ്തു. റോഷ മതി, എനിക്ക് പേടിയാവാം. നമുക്ക് ഇവിടെ നിന്ന് പോവാം. റോഷ. ലിസ, നീ ഇങ്ങനെ പേടിക്കല്ലേ. നിന്റെ ഒപ്പം ഞാനില്ലേ. ഈ അവസ്ഥയിൽ ഇവളെ വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോവാം. പപ്പയും അമ്മ എന്നെയായിരിക്കും എന്റെ അവസാനമായിരിക്കും. പിന്നെ തൽക്കാലം എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോവാം. ലിസ, നീ എന്ത് കാണിക്കുന്നേ? എന്നെ വിട്ടേ. എനിക്കറിയാം നാളെ രാവിലെ ആകുമ്പോൾ നീ ഇതൊക്കെ മറക്കുമെന്ന്. എന്നാലും ഐ ലവ് യു ലിസ. എനിക്കറിയില്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് എൻ്റെ മനസ്സിൽ പ്രണയമായി മാറിയെന്നും. ബട്ട് എനിക്ക് ഒന്നും മറക്കാൻ പറ്റുന്നില്ല. ഐ റിയലി ലവ് യു. ലിസ, താൻ എഴുന്നേറ്റോ? ഇത് കുടിക്ക്. റോഷ, എന്തിവിടെ നടക്കുന്നേ? നീ ഇങ്ങനെ ചെയ്യുന്നെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്റെ അവസ്ഥയെ നീ മുതലെടുക്കുമായിരുന്നല്ലേ? ലിസ്, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാനല്ല, നീയാ എല്ലാം. ഓ ഗോഡ്, എനിക്ക് ഇവന്റെ മുഖം കണ്ടിട്ട് ചിരി സഹിക്കാനേ പറ്റുന്നില്ല. എന്നാലും ഇവനൊരു ക്രൈ ബേബിയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അയ്യോ, നിന്റെ മുഖം നോക്കിയേ. നീ എന്താ ചിരിക്കുന്നേ? റോഷ, എനിക്ക് നിന്നെ കണ്ടിട്ട് ചിരി സഹിക്കാനേ പറ്റുന്നില്ല. പിന്നെ എടാ മണ്ട, എനിക്ക് നിന്നെ ഇഷ്ടാ ഒരുപാട്. നീ ഇന്നലെ രാത്രി പറയുന്നൊക്കെ ഞാൻ കേട്ടു. ഐ റിയലി ലവ് യു റോഷ. എനിക്കത് കാതുകളെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഓ, ഈ പൊട്ടനോട് പറഞ്ഞ് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഐ ലവ് യു ടു ലിസ. അമ്മ, ലിസാനെ കാണുന്നില്ലല്ലോ. അവളെ ഞാൻ വിളിച്ചായിരുന്നു, വന്നോണ്ടിരിക്കുവാന്നാ പറഞ്ഞേ. ലിസാമ വന്നിട്ട് പുറത്തൊക്കെ പോവാന്നാ വിചാരിച്ചെ. എനിക്ക് തോന്നുന്നു നീ ഒറ്റയ്ക്ക് പോകുന്ന നല്ലതെന്ന്. ഇനി ലിസ വന്നിട്ട് എപ്പോ പോവാനാ? ഇനിയും സമയം വൈകും.
അത് ശരി. എന്നാ മമ്മി ഞാൻ പോയിട്ട് വരാം. അപ്പൂസേ, പപ്പയ്ക്ക് ഒന്ന് കോൾ ചെയ്യാനുണ്ടേ. മോൻ ഇവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കും. പപ്പ ഇപ്പൊ തന്നെ വരാം. പപ്പ എന്താ വരാത്ത? ഇത് കുറെ നേരം ആയല്ലോ. ഇപ്പോഴാണ് നമ്മുടെ അപ്പൂസ് ഒരു പട്ടിക്കുട്ടിയെ കാണുന്നത്. അവൻ അതിനെ പിടിക്കാൻ നോക്കുന്നു. പക്ഷേ അപ്പോഴേക്കും അത് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവനും അതിന്റെ പിന്നാലെ അതിനെ പിടിക്കാൻ ഓടുന്നു. പപ്പി നിൽക്ക്, ഞാൻ നിന്നൊന്നും ചെയ്യില്ല, നിൽക്ക് പപ്പി. ആ പട്ടിക്കുഞ്ഞ് പെട്ടെന്ന് റോഡിന്റെ അപ്പുറത്തേക്ക് ഓടിപ്പോയി. അപ്പൂസും അതിന്റെ പിന്നാലെ അതിനെ പിടിക്കാനായി ഓടുമ്പോൾ പെട്ടെന്നൊരു വണ്ടി അവനെ ഇടിക്കാനായി വരുന്നു. പെട്ടെന്നായിരുന്നു രണ്ട് കൈകൾ അവനെ വലിച്ചു മാറ്റിയത്. ആരെ ഓക്കെ ബേബി? ബേബിക്കൊന്നും പറ്റിയില്ലല്ലോ, സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ? ആണോ? എന്നാ മോനെന്നെ അങ്ങനെ വിളിച്ചാ മതി. പിന്നെ ക്യൂട്ട് ബേബി എന്താ ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നേ? അവിടെ പേരെന്താ? ഇങ്ങനെയൊന്നും ഓടാൻ പാടില്ല, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ബേബി എന്താ ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നേ? എന്റെ പേര് അപ്പു. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ പപ്പയുണ്ട്. അങ്ങനെ അപ്പു നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെയാണോ? അയ്യോ, പപ്പ ഇപ്പൊ ബേബീനെ അന്വേഷിക്കുമായിരിക്കുമല്ലോ. വാ, ഏഞ്ചല് കൊണ്ടുപോയാക്കി തരാം പപ്പയുടെ അടുത്ത്. ആ ഓക്കെ മമ്മി, ഞാനിപ്പോ തന്നെ വരാം. അയ്യോ അപ്പൂസേ, ഏഞ്ചലിന് ഇപ്പൊ തന്നെ പോണല്ലോ. മോന്റെ പപ്പേനാണെങ്കിൽ കാണുന്നില്ലല്ലോ. ഏഞ്ചലിന് പോണോ? ഏഞ്ചല് പോയിക്കോ, മമ്മി വെയിറ്റ് ചെയ്യല്ലേ. പപ്പ എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാന്നാ പറഞ്ഞേ. ഓക്കെ, പിന്നെ ഇവിടെ തന്നെ ഇരിക്കണേ, ഒരു സ്ഥലത്തേക്കും പോവല്ലേട്ടോ. ആ ഏഞ്ചൽ. അയ്യോ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ഏഞ്ചലിന്റെ പേരെന്താ? എന്റെ പേരോ? എന്റെ പേര് ഏഞ്ചൽ. ഏഞ്ചൽ. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്നു. അപ്പു അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് അവനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൾ അവന്റെ അടുത്ത് ഒരാളെ കാണുന്നത്. അപ്പു അയാളെ പപ്പ എന്ന് വിളിക്കുന്നത് അവൾ കേട്ടു. പക്ഷെ അയാളുടെ മുഖം അവൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ലായിരുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്നു. പപ്പേ, ഇത് എത്ര നേരായിട്ട് പപ്പ പോയേ? ഞാൻ എന്തൊരു നേരായെന്നറിയാമോ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പപ്പയുടെ അപ്പൂസ് പപ്പയുടെ ഒന്ന് ക്ഷമിക്കുക. ഒരു അർജന്റ് കോളല്ലായിരുന്നോ? അതുകൊണ്ടല്ലേ പപ്പ പോയേ. പിന്നെ പപ്പയ്ക്ക് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിയോ? അങ്ങനെ അപ്പു എല്ലാ കാര്യങ്ങളും ജെറിനോട് പറയുന്നു. എന്നിട്ട് ബേബിയുടെ ഏഞ്ചൽ എവിടെ? ഏഞ്ചലിനെ മമ്മി വിളിച്ചു. അപ്പൊ ഏഞ്ചൽ പോയി. പപ്പയ്ക്ക് ഒരു കാര്യം അറിയാം. ഏഞ്ചലിനെ കാണാൻ എന്ത് ഭംഗിയാ, എന്ത് ക്യൂട്ടാണെന്നറിയോ? ഈ പറയുന്നത് കേട്ടിട്ട് എനിക്ക് നിന്റെ ഏഞ്ചലിനെ കാണാൻ തോന്നുന്നുണ്ട്. വാ, നമുക്ക് പോയാലോ, സമയം കുറെ ആയില്ലേ. ലിസമ്മ, നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ. ഞാൻ നിന്നെ എന്തോരം മിസ് ചെയ്തെന്നറിയോ? നീ വന്നോ? ഞാനും നിന്നെ എന്തോരം മിസ് ചെയ്തെന്നറിയോ? നിനക്ക് സുഖമല്ലേടാ? പിന്നെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖം. പിന്നെ എക്സാം ഒക്കെ കുഴപ്പമില്ലാതെ പോയി. അല്ല, പപ്പയും മമ്മി എവിടെ പോയി? പപ്പയും മമ്മി ഒന്ന് പുറത്തു പോയതാ. ലിസമ്മ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഈ മാരേജ് നടക്കുന്നതിൽ നീ ഹാപ്പി അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അതെന്താണ് നീ അങ്ങനെ ചോദിച്ചേ? ഞാൻ ഭയങ്കര ഹാപ്പിയാ. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാ. അത് കേട്ടാ മതി. നീ ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പിയാ. ചായ, ലിസമ്മോട് ഞാൻ എല്ലാ സ്ഥലത്തും നോക്കി, അവളിവിടെ ഒന്നും കാണുന്നില്ല. എടി, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാനിനി ജെറിൻ സാറിനോട് എന്ത് പറയും? ചായ, നിങ്ങളെങ്ങനെ പേടിക്കല്ലോ, നമുക്ക് എല്ലാ സ്ഥലത്തും ഒന്നുകൂടി നോക്കാം. എടാ, സമയം കളയാതെ ലിസമ്മ മോളെ വിളിക്കേ. എടാ സാം, അത് പിന്നെ ലിസയെ അവളെ കാണുന്നില്ല. മാരേജിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അവളെ ഫോഴ്സ് ചെയ്ത്. എടാ ഇതൊന്നും പറയേണ്ട സമയമല്ല ഇത്. ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റുള്ളൂ. ജെറിൻ സാറിനോട് ഞാൻ എന്ത് പറയും? സാം, ഇത് എവിടെയാ? ഇത്ര നേരമായിട്ട് ഞാൻ നിന്നെ കോള് ചെയ്യുക. ദർ ഇസ് എനി പ്രോബ്ലം? അത് ജെറിൻ, ലിസ ഈസ് മിസ്സിങ്. എന്ത്? ലിസ മിസ്സിങ് ആണെന്നോ? ഈ അവസാന നിമിഷത്തിലാണ് ഇങ്ങനെ പറയുന്നത്. ഈ മാരേജ് ഇവിടെ ക്യാൻസൽ ആയാൽ അത് എന്റെ റെപ്യൂട്ടേഷൻ ആയിരിക്കും ബാധിക്കുക. ജെറിൻ സാർ, അത് ഞാൻ അവൾ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അവളെ നിർബന്ധിച്ച്. എനിക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യണ്ടേന്ന്. ഇതൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിനിപ്പോ ഒരു സൊല്യൂഷൻ എന്തായാലും കണ്ടെത്തിയേ പറ്റുള്ളൂ. ജിയോൺ, തനിക്കൊരു മോളും കൂടി ഇല്ലേ? ആ കുട്ടിയെടുത്ത് പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ പറ. സാർ, അത് മോള് അവള് എനിക്കൊന്നും കേൾക്കണ്ട. ഈ മാരേജ് ഇവിടെ നടന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്റെ റിയൽ ഫേസ് താൻ കാണേണ്ടി വരും. ജിയോ, നീ ഇനി വേറൊന്നും ചിന്തിക്കണ്ട. ഇതിവിടെ നടന്നേ പറ്റുള്ളൂ.
എനിക്കറിയാം സാറിന്റെ സ്വഭാവം. ദേഷ്യം വന്നാൽ സാർ എന്ത് ചെയ്യുന്ന ആർക്കും പറയാൻ പറ്റില്ല. ഇതിനൊരു സൊല്യൂഷൻ ഇത് മാത്രമേ ഉള്ളൂ. മോളുടെ അടുത്ത് പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ പറ. അങ്ങനെ ജിയോൺ എല്ലാ കാര്യങ്ങളും ഏഞ്ചലിനോട് പറയുന്നു. മോളെ, നീ എങ്കിലും പപ്പയുടെ വാക്കിനെ എതിർക്കില്ല എന്ന് പപ്പ വിശ്വസിക്കുക. ഇനി മാരേജ് നടന്നില്ലെങ്കിൽ പിന്നെ ജെറിൻ സാർ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. അതെ മോളെ, നീ പപ്പ പറയുന്നത് കേക്ക്. പപ്പയും മമ്മ എന്തൊക്കെയാ പറയുന്നത്? പപ്പ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഏഞ്ചൽ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? എനിക്ക് സമ്മതമായി മാരേജിന്. പപ്പ ഇങ്ങനെ സാഡാവല്ലേ? എടാ സാം, എത്ര നേരം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ. അവരെ ഇനി പറ്റിക്കാനുള്ള പുറപ്പാടാണോ? സാർ ദേ നോക്കിയേ, അവരെത്തി. She's looking so beautiful. She's human angel. പപ്പ പപ്പ ഏഞ്ചൽ, പപ്പ ഞാൻ പറഞ്ഞല്ലോ ഏഞ്ചൽ. പപ്പ ഏഞ്ചലിനാണ് മാരേജ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാണല്ലോ നിന്റെ ഏഞ്ചല്. അപ്പൂസ് പറഞ്ഞു ശരി. ഷീസ് ലുക്കിംഗ് ലൈക്ക് ആൻ ഏഞ്ചൽ. എന്റെ ഹാർട്ട് എന്റെ ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നേ. ഇതുവരെയായിട്ടും ആരോടും തോന്നിയിട്ടൊരു ഫീൽ. ഇയാളും തന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ലാതെ അപ്പൂസല്ലേ? അപ്പൂസിന്റെ പപ്പയാണോ ജെറിൻ സാർ? എന്നാ താൻ പോയി ഫ്രഷ് ആയിട്ട് വാ. ഓക്കെ സാർ. താൻ എന്നെ സാറെന്നൊന്നും വിളിക്കണ്ട, എന്റെ പേര് വിളിച്ചാൽ മതി. ഓക്കെ ജെറിൻ സാർ. എന്നോടല്ല ഞാൻ പറഞ്ഞു എന്റെ പേര് വിളിച്ചാൽ മതിന്ന്, സാറെന്ന് വിളിക്കണ്ടെന്ന്. എന്റെ പേരെന്താ? ജെറിൻ. അല്ല, അപ്പം മൂത്ത ഒരാളെങ്ങനെയാണ് പേര് വിളിക്കുന്നത്? ഞാനിപ്പോ തന്റെ ഹസ്ബൻഡാ, അപ്പൊ താൻ എന്നെ പേര് വിളിച്ചാൽ മതി. ഓക്കെ സാർ. അല്ല ജെറിൻ. ജെറിൻ വന്ന് നോക്കുമ്പോൾ അപ്പൂസ് ഏഞ്ചൽ നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ അവളുടെ അടുത്ത് വന്നിരിക്കുന്നു. പേര് പോലെ തന്നെ ശരിക്കും ഏഞ്ചലാ. ഈ ഓഷൻ ഐസും ക്യൂട്ട് നോസും പിന്നെ നിന്റെ സ്ട്രോബെറി പോലത്തെ ലിപ്സും. ഐ തിങ്ക് ഐ ഫാൾ ഫോർ യു. ആ മൊമെന്റിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടു. ഇതുവരെയായിട്ടും ആരോടും തോന്നാത്തൊരു ഫീൽ. വെയിറ്റ് ചെയ്യാം. ഗുഡ് നൈറ്റ് ഏഞ്ചൽ.